ഹലോ, സ്പൈസി ചില്ലി വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സാൻഡയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പോൾ നമുക്കിന്നൊരു സാന്റാക്ലോസ് ഉണ്ടാക്കാം. വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സാന്റാക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിതിൻ്റെ ഹെഡ് ചെയ്യാനായിട്ടൊരു ക്ലോത്ത് ബാഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇത്രയും വലുപ്പത്തിലൊരു പീസ് എടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ കുറച്ച് കോട്ടൺ വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ്, ഒരു തലയുടെ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് ഞാനൊരു നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊപ്പി ചെയ്യാനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കോൺ ഷേപ്പിൽ മടക്കിയിട്ട് പിന്നെ കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്കിത് അതിൻ്റെ തലയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തലയിലൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാം. ഞാനൊരു റെഡ് ക്ലോത്ത് എടുത്തിട്ട് ഞാനതിന് തൊപ്പിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിലുള്ള പഴയൊക്കെ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ലൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെതോ എന്തെങ്കിലും എടുത്താൽ മതിയാവും. പിന്നെ നമുക്കതിൻ്റെ ബോഡി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെവശം കുറച്ച് വീതി കൂടുതലും മേലോട്ടുള്ള വശം കുറച്ച് വീതി കുറഞ്ഞിട്ടുമാണ് ഞാൻ റോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ വയറിൻ്റെ ഭാഗം കുറച്ച് വണ്ണത്തിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവിടെ കുറച്ച് ഇതുപോലെ കോട്ടൺ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ശരിക്കും ഈ കുട്ടികളുടെ പാവേൻ്റെ അകത്തൊക്കെ ഉണ്ടാവും, ഇത് നിറച്ചിട്ട് ടെഡിയുടെ അകത്തൊക്കെ അത് എടുത്താലും മതിയാവും. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ റെഡ് തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റെഡ് ഒരു സാറ്റിൻ തുണി എടുത്തിട്ടില്ല. നമുക്ക് എക്സസ് വരുന്ന ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ച് നന്നായിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ആക്കി ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൈ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈയുടെ ഒരു വിരലൊക്കെ വരുന്ന ആ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു നമ്മൾ നേരത്തെ ഹെഡ് ചെയ്യാൻ എടുത്തില്ല, ആ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ കെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡ് തുണി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുക. അതുപോലെ നമ്മൾ രണ്ട് കൈയും ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്കതിലോട്ടേക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ നമുക്കിത് രണ്ടും ഒട്ടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തലഭാഗം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ടേക്ക് താഴ്ത്തി കൊടുത്ത് കുറച്ച് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനൊരു കണ്ണ് ഇതുപോലെ ഒരു പേപ്പറിൽ വെട്ടിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ബ്ലാക്കും കൂടെ ഒട്ടിച്ചെടുത്തതാണ്. നമുക്ക് ആ കോട്ടണിൽ തന്നെ മീശയും ഇതുപോലെ നമുക്ക് അതിൻ്റെ താടിയൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്കതിൻ്റെ കാലും കൂടെ ചെയ്യണം. അപ്പോൾ ഞാനിതുപോലൊരു ബ്ലാക്ക് ഇതെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലോത്ത് ബാഗിൻ്റെ ആ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ആ ബാഗ് കട്ട് ചെയ്തിട്ട് എടുത്തതായത്. അപ്പോൾ നമുക്ക് രണ്ട് കാലും അവിടെ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ടേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ കോട്ടൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കൈയുടെ രണ്ട് അറ്റത്തും ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സ് പോലെയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബ്ലാക്ക് സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ ബെൽറ്റും കൂടെ ആക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ബെൽറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ബെൽറ്റിൻ്റെ നടുക്ക് വരുന്ന ഭാഗവും ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ തൊപ്പിയുടെ എൻഡിൽ വെക്കുന്നതായിട്ട് ഇതുപോലെ പഞ്ഞി ഉരുട്ടിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് സാന്റാക്ലോസിൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ റെഡ് തുണിയിൽ ഞാൻ പഞ്ഞി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഞാനൊരു വൈറ്റും കൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ഗിഫ്റ്റും കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ടില്ലേ, നമുക്കൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഹോട്ട് ഗ്ലൂ എടുത്തിട്ട് ഒന്നിങ്ങനെ കുറച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്കതിന് ഒരു മൂക്കും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ചൊരു കോട്ടൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ആ ക്ലോത്തിൽ. നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വായുടെ അവിടെ ഞാൻ ചെറിയൊരു റെഡ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.